ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വീട്ടിലെത്തുന്ന ഉണ്ണി, നിൻ്റെ അച്ഛന് എൻ്റെ അച്ഛനെ ഒരു മുൻപരിചയവും ഇല്ല, പിന്നെ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്തിനാ നിൻ്റെ അച്ഛനെ ശല്യം ചെയ്യുന്നത്? ഇനി എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ആ ലോറി ഡ്രൈവർ നിൻ്റെ അച്ഛനാണോ? നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ച് സംസാരിച്ചിട്ട് പോലും നീ എന്തിനാ വീണ്ടും ഇവിടേക്ക് തിരികെ വന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അത് കേട്ട് കരുണ വല്ലാതാവുന്നുണ്ടെങ്കിലും ഉണ്ണിയുടെ കഴിവുകേടിനെയും പിശുക്കിനെയൊക്കെ കുറിച്ച് സംസാരിച്ച് ഉണ്ണിയുടെ വായടപ്പിക്കുകയാണ് കരുണ ചെയ്യുന്നത്. പിന്നീട് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് റോഡിലൂടെ നടന്നു പോകുന്ന പ്രതാപനെ മാർഗോ കാണുന്നുണ്ട്. തുടർന്ന് താൻ എന്തിനാ ഈ അർദ്ധരാത്രി ഇതിലൂടെ നടന്നു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടെന്നും എന്നെ ഒന്ന് വീട് വരെ ആക്കണം മാർഗോ, ആത്മാക്കളൊക്കെ എൻ്റെ പുറകെ ഉണ്ടോ എന്നാണ് സംശയം എന്നെല്ലാം പ്രതാപൻ പേടിയോടുകൂടി പറയുമ്പോൾ എല്ലാം എൻ്റെ അമ്മയുടെ കളിയാണെന്നും നിനക്കിനി സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടാവില്ല പ്രതാപ എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർഗോ പറയുന്നുണ്ട്. എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോകുന്നു. പെട്ടെന്ന് തന്നെ മാർക്കോയുടെ ബൈക്കിൻ്റെ പുറകിലിരിക്കുന്ന വിശ്വനാഥനെ കണ്ട് അലറി വിളിച്ചുകൊണ്ട് ഓടുകയാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത്. ഇതേ സമയം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ മുറിക്കകത്ത് കാണാത്തത് കൊണ്ട് തന്നെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ആർക്കറിയാം എന്താ ഉണ്ടായതെന്ന്. അമ്മയുടെ മകൻ പലരുടെയും ദേഹത്തേക്ക് ലോറി കയറ്റി കൊന്നിട്ടുള്ളതല്ലേ, അതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം പ്രതാപൻ പേടിച്ച് വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നു. നീ എവിടെ പോയതാ പ്രതാപ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എല്ലാം പറയാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആ തോമസ് ഡോക്ടറുടെ വീട്ടിൽ വെച്ച് സംഭവിച്ചതുപോലെ ഒരനുഭവമാണ് ഉണ്ടായതെന്നും വഴിക്ക് വെച്ച് മാർക്കോയെ ഞാൻ കണ്ടു. മനുഷ്യരാരും പുറത്തിറങ്ങാത്ത ഈ സമയത്ത് അവൻ ഒരു പേടിയും കൂടാതെ കറങ്ങി നടക്കുകയാണ്. അതുമാത്രമല്ല അവൻ്റെ ബൈക്കിൻ്റെ പുറകിലിരിക്കുന്ന വിശ്വനാഥനെയും ഞാൻ കണ്ടു അമ്മേ. അവൻ മനുഷ്യനൊന്നുമല്ല, പിശാചിൻ്റെ ജന്മമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ തന്നെയായിരിക്കും വിശ്വനാഥൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തിയത്. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട വിശ്വനാഥൻ തിരികെ വരുമോ എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് മുത്തശ്ശിക്കും ശരിക്കും പേടി പിടിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഏതായാലും കണ്ണൻ്റെ തറവാട്ടിൽ പൂജ നടത്തി വിശ്വനാഥിൻ്റെ ആത്മാവിനെ ഒഴിപ്പിക്കാമെന്നല്ലേ വാമദേവൻ പറഞ്ഞിട്ടുള്ളത്. അതോടെ എല്ലാം ശരിയാകും, മക്കളെ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് കമലേശ്വരത്ത് വിശ്വനാഥൻ്റെ ആത്മാവിനെ ആവാഹിക്കാനുള്ള പൂജ തുടങ്ങുന്നു. വാമനും സീമതിനെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് മരിച്ചുപോയ ആളെ മനസ്സിൽ ധ്യാനിച്ച് നിൽക്കണമെന്ന് പറയുന്നുണ്ട് മന്ത്രവാദി. നിങ്ങൾ സംശയിക്കുന്നത് പോലെ ആ ആത്മാവ് ഈ ഭൂമി വിട്ടു പോയിട്ടില്ലെന്നും ആ ആത്മാവിൻ്റെ സാന്നിധ്യം എനിക്കിവിടെ അറിയാൻ കഴിയുന്നുണ്ടെന്നും ദുർമരണം സംഭവിച്ച ആത്മാക്കളാണ് ഇങ്ങനെ ഗതി കിട്ടാതെ അലയുന്നത്. വിശ്വനാഥൻ എങ്ങനെയാണ് മരിച്ചത് എന്നെല്ലാം മന്ത്രവാദി ചോദിക്കുമ്പോൾ ലോറി ദേഹത്തേക്ക് പാഞ്ഞു കയറിയാണ് അച്ഛൻ പോയത് എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട് കണ്ണൻ. തുടർന്ന് ഭൂമിയിലെ ജീവിതം തീർന്നതാണല്ലോ, പിന്നെ എന്തിനാ അവിടെ കിടന്ന് അലയുന്നത് എന്ന് മന്ത്രവാദി വിശ്വനാഥൻ്റെ ആത്മാവിനെ കണ്ടിട്ടെന്നതുപോലെ ചോദിക്കുന്നത് കേട്ട് എല്ലാവരും പേടിയോടെ ചുറ്റും നോക്കുന്നുണ്ട്. ഞാനാണ് ഇനി കൊല്ലാൻ ആളെ വിട്ടതെന്ന് ഇയാളെങ്ങാനും വിളിച്ചു പറയുമോ എന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ വാമദേവൻ. ഇതേ സമയം അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ കാണുമ്പോൾ തന്നെ ആ വന്നവന് ഈ പ്രേതാത്മാവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് മന്ത്രവാദി. ആരാണവൻ, ആരടാ നീ എന്നെല്ലാം മാർക്കോ ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് തനിക്ക് അറിയണോ എന്ന് ചോദിച്ചുകൊണ്ട് വിളക്കും മറ്റ് സാധനങ്ങളെല്ലാം തട്ടിക്കളഞ്ഞ മന്ത്രവാദം അലങ്കോലപ്പെടുത്തുന്നുണ്ട് കേട്ടോ മാർക്കോ. ആത്മാവിനെ ആവാഹിക്കാനുള്ള ആ കുടം തട്ടിക്കളയുകയും അത് മന്ത്രവാദിയുടെ തലയിൽ തന്നെ ചെന്ന് പതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വിശ്വനാഥൻ്റെ ആത്മാവിനെ ആവാഹിക്കാനുള്ള ആ മന്ത്രവാദം മാർക്കോ പൊളിച്ചെടുക്കുന്നു. തുടർന്ന് ഉണ്ണി അവിടെ കാണുന്നുണ്ട് കേട്ടോ മാർക്കോ. വേഗം തന്നെ അവൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ട്, നിന്നെ ഞാൻ നോട്ടയിട്ട് വെച്ചിരിക്കുകയായിരുന്നു, നീ മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തും അല്ലേടാ. മഹാലക്ഷ്മിയും കുഞ്ഞും എൻ്റെ സംരക്ഷണയിലാണ്. ഇനി മഹാലക്ഷ്മി നീ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ രണ്ട് കാലിൽ നിവർന്ന് നിൽക്കില്ല. മേഘനെ പോലെ തന്നെ തൻ്റെ ഒരവസ്ഥയായിരിക്കും നിനക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിരട്ടുന്നുണ്ട് കേട്ടോ മാർക്കോ. അപ്പോൾ മാർക്കോ ഇങ്ങനെ ഉണ്ണിയെ വിരട്ടുന്നത് കണ്ട് ദുർഗയ്ക്കാണെങ്കിലും ശരിക്കും പേടി പിടിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പുറമേ മാർക്കോയുടെ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും മാർക്കോ ഉണ്ണിക്കിട്ട് രണ്ട് പൊട്ടിക്കുന്നത് കണ്ട് ഉള്ളിൽ ചിരി വരികയാണ് കേട്ടോ കണ്ണന്. പിന്നീട് കണ്ണൻ മഹാലക്ഷ്മിയെ കാണാനായിട്ട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് എത്തുന്നു. തുടർന്ന് മാർക്കോ വന്ന് വലിയൊരു സഹായമാണ് ചെയ്തു തന്നത്. അച്ഛൻ എന്നെ വിട്ടുപോയി എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ ഒരു ഫോട്ടോയോ അച്ഛൻ്റെ ആണ്ടിന് കർമ്മങ്ങൾ പോലും നടത്താത്തത്. എൻ്റെ അച്ഛനും അമ്മയുടെയും ആത്മാക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ളപ്പോൾ അമ്മാവനും എൻ്റെ രണ്ടാനമ്മയുടെയും താല്പര്യത്തിന് കൂട്ടു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല.
ജീവിതത്തിൽ അവർ കാരണമാണ് എനിക്കും ഇയാൾക്കും സ്വസ്ഥതയുടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയാത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഏതായാലും ഉണ്ണിക്ക് കൊടുക്കാനുള്ളതൊക്കെ മാർക്കോ ശരിക്കും കൊടുത്തല്ലോ. അതിൽ അവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. അവന് ആവശ്യത്തിന് പഠിപ്പുണ്ടല്ലോ, സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി കണ്ടെത്താതെ ഏട്ടൻ്റെ സ്വത്ത് നോക്കി നടക്കുകയാണ്, സ്വത്ത് മോഹിച്ച് നടക്കുകയാണ് എന്നും ലേഖ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും ജനിക്കാൻ പോകുന്ന അവരുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ഉണ്ണിക്ക് എന്തോ ചില സംശയങ്ങളുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ കൂടുതൽ സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കണ്ണൻ മാർക്കോയെ കാണുന്നുണ്ട്. എന്നിട്ട് നീ ഉണ്ണിക്ക് ശരിക്ക് കൊടുത്തതുകൊണ്ട് അവൻ്റെ പത്തി ഒന്ന് താണിട്ടുണ്ടെങ്കിലും പൂജ അലങ്കോലപ്പെടുത്തതിനെല്ലാം നന്ദി പറയുമ്പോൾ, അല്ല സാറേ, എനിക്കൊരു സംശയം. ഈ പ്രതാപൻ ഒരിക്കൽ പോലും സാറിൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കണ്ണൻ സാറിൻ്റെ അച്ഛൻ്റെ ആത്മാവ് അയാളെ ശല്യപ്പെടുത്തുന്നത്? പ്രതാപൻ നല്ലൊരു ലോറി ഡ്രൈവർ ആയിരുന്നു ഒരിക്കൽ. ഇനി അയാളായിരിക്കൂ സാറും അച്ഛനും പോയ ബുള്ളറ്റിൽ ലോറി കൊണ്ടുവന്നിടിച്ചത് എന്ന് മാർക്കോ പറയുമ്പോൾ കണ്ണൻ്റെ മനസ്സിലും അങ്ങനെ ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പെട്ടെന്ന് പറയുന്നുണ്ട്, നീ പറഞ്ഞപ്പോൾ മാർക്കോ എനിക്കും ഒരു കാര്യം ഓർമ്മ വന്നു. പ്രതാപനും അമ്മാവനും വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്. ഇനി അമ്മാവൻ പറഞ്ഞിട്ട് പ്രതാപനായിരിക്കും എല്ലാം ചെയ്തെന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഒരിക്കൽ അയാൾ വീട്ടിൽ വന്നപ്പോൾ അയാളുടെ ഒരു കൊലയാളി ടിപ്പറിനെ കുറിച്ച് പറഞ്ഞ കാര്യവും ആ ടിപ്പർ പലരുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറിയ കാര്യങ്ങളെല്ലാം അയാൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി ഇതിൻ്റെ പുറകെ പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്നും കണ്ണൻ പറയുമ്പോൾ, മഹാലക്ഷ്മി അല്ലാതെ മറ്റാരും ഈ രഹസ്യം അറിയില്ലെന്ന് കരുതിയ പ്രതാപ, നിനക്ക് തെറ്റി. നീ കുഴിച്ചു മൂടിയ രഹസ്യത്തെക്കുറിച്ചുള്ള ഒരു സംശയം ഇപ്പോൾ കണ്ണൻ സാറിൻ്റെ മനസ്സിലും വീണിട്ടുണ്ട്. ഇനി നിനക്ക് അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. എല്ലാം എൻ്റെ അമ്മയുടെ കളിയാണെന്ന് മാർക്കോ സ്വയം പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ പറഞ്ഞ ഈ ഒരു സംശയത്തെക്കുറിച്ച് കണ്ണൻ ഉണ്ണിയോടും പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കും ഇത് നേരത്തെ തോന്നിയൊരു സംശയം തന്നെയാണ് കണ്ണേട്ട എന്ന് പറയുമ്പോൾ, നിനക്കിപ്പോൾ ഏതായാലും ജോലിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ, നീ ഇതിന് പുറകെ ഒന്ന് പോയി നോക്കാൻ കണ്ണൻ പറയുമ്പോൾ ഉണ്ണിയും അതിന് സമ്മതിക്കുന്നുണ്ട്. കാരണം ഉണ്ണിക്കും അറിയണം തൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയായിട്ടുള്ള ആ ലോറി ഡ്രൈവർ ആരാണെന്നുള്ള കാര്യം. അങ്ങനെ കണ്ണനും ഉണ്ണിയും കൂടി തുനിഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രതാപനാണ് തങ്ങളുടെ അച്ഛനെ കൊന്നത് എന്നുള്ള ഒരു സത്യം വെളിച്ചത്ത് വരാതിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതാപന് അധികകാലമൊന്നും ഈ രഹസ്യം മൂടി വയ്ക്കാനായിട്ട് കഴിയില്ല. എല്ലാവരും ഈ ഒരു സത്യങ്ങളെല്ലാവരും പ്രതാപനാണ് വിശ്വനാഥനെ കൊന്നത് എന്നുള്ള സത്യം ഉടനെ തന്നെ എല്ലാവരും അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സിനായിട്ട്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്